കെ സുധാകരൻ ഇന്ന് വീണ്ടും KPCC പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്ന ദിവസം കൂടിയാണ്. ഇന്ന് 10:30 ചുമതല ഏറ്റെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുധാകരന് ഈ വീണ്ടും അധ്യക്ഷസ്ഥാനം കൈമാറുന്നതിൽ കോൺഗ്രസിനുള്ളിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനുള്ള കരുനീക്കം ഇതിനിടയിൽ നടന്നിരുന്നു. അത് മുന്നിൽ കണ്ട സുധാകരൻ വലിയ ഭീഷണി ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കനത്ത നിലപാടിലേക്ക് പോകുമെന്നൊക്കെയുള്ള ഭീഷണികളൊക്കെ മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സുധാകരന് വീണ്ടും പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുന്നതിൽ ധാരണയായിരിക്കുകയാണ്. ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ഷീജ, KPCC അധ്യക്ഷനായി സുധാകരൻ ഇന്ന് വീണ്ടും ചുമതല ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസനെ നിയമിച്ചത്. പക്ഷേ പിന്നീട് അത് വീണ്ടും തുടരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സുധാകരന് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ ഒരു ഭിന്നതയുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ സുധാകരന്റെ ഭീഷണിക്ക് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും മനു, ഏതായാലും വിരട്ടിക്കാര്യം നേടുക എന്നുള്ളൊരു നിലപാടിലേക്ക് ആണ് കെ സുധാകരൻ പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും ഇതിപ്പോൾ മടങ്ങിയെത്തുന്നത് എന്നത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും താൽക്കാലികമായി മാറുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. അപ്പോഴായിരുന്നു ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നിരുന്നു KPCCയുടേത്. അന്ന് MM ഹസൻ തന്നെയാണ് ആ യോഗത്തിൽ അധ്യക്ഷനായതും. അതോടൊപ്പം തന്നെ ഈ യോഗത്തിന് ശേഷം കെ സുധാകരൻ പോലും അറിയാതെ മാധ്യമങ്ങളെ കണ്ട് KPCCയുടെ തുടർ പരിപാടികൾ പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തു. അപ്പോഴാണ് ഈ പറയുന്നത് പോലെ കെ സുധാകരൻ ഒരു ആശങ്ക തെല്ലൊന്ന് തുടങ്ങിയത്. കാരണം KPCC അധ്യക്ഷ സ്ഥാനം എന്നേക്കുമായി കൈവിട്ടു പോകുമോ എന്നുള്ളൊരു ആശങ്ക ഉയർന്നു. അതേ തുടർന്ന് അദ്ദേഹം AICCയിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ 11:15 KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നു. പക്ഷേ 11 മണിയായപ്പോൾ പൊടുന്നനെ അത് റദ്ദാക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് വരുന്നു. അതിന് പിന്നാലെ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും സുധാകരൻ എത്തുന്നതിനുള്ള അനുമതി നൽകി എന്നുള്ള വാർത്ത വരുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്ന് രാവിലെ 10:30 രാവിലെ അദ്ദേഹം KPCC അധ്യക്ഷനായി ഇന്ന് വീണ്ടും ചുമതല ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയായിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്റെ തിരിച്ചുവരവ് എത്രയും വേഗം അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് താൻ പോകും എന്നുള്ളത് ആ രീതിയിൽ AICC നേതൃത്വത്തെ അറിയിച്ചു കെ സുധാകരൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഇപ്പോൾ അടിയന്തരമായി തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ന് തന്നെ KPCC അധ്യക്ഷ പദവിയിലേക്ക് സുധാകരൻ തിരിച്ചെത്തുന്നത്. മനു, ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ന് വീണ്ടും തിരികെ എത്തും.